ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള ആ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകം എന്ന് പറയുന്നത്, ക്രൂരമായിട്ടുള്ള പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഓരോ സെക്കൻഡിലും പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംശയങ്ങളെ ഏറ്റവും കൂടുതൽ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലേക്കാണ്. അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് പല കാര്യങ്ങളും തോന്നിപ്പിച്ചു പോവുകയാണ്. രാജ്യം വ്യാപകമായിട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒതുങ്ങി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. നമുക്കോ നമ്മുടെ കൂട്ടുകാരികൾക്കോ അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണമെങ്കിലും സഹോദരങ്ങൾക്കോ ഒക്കെ വരാം. അതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് വോയിസ് ഉയർത്തുക തന്നെ വേണം. എന്നാൽ മാത്രമേ ആ പെൺകുട്ടി അനുഭവിച്ച ആ ഒരു ക്രൂര പീഡനത്തിന് അവൾക്ക് കൃത്യമായിട്ടുള്ള നീതി മേടിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ആദ്യം നീതി മേടിച്ചു കൊടുക്കേണ്ട ആ ഹോസ്പിറ്റൽ തന്നെ എന്തിനാദ്യം കള്ളം പറഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു സംശയം ഉണർത്തുന്ന കാര്യമാണ്. കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാരോടായാലും ആദ്യം ആ ഹോസ്പിറ്റൽ പുറത്തേക്ക് വിടുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തത് എന്ന തരത്തിലേക്കാണ്. അതെന്തുകൊണ്ട് ചെയ്തു? കാരണം ആ ഹോസ്പിറ്റലിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും വലിയ ഘടകങ്ങൾ തന്നെയാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സും നഴ്സുമാരും ബാക്കി ഏത് സ്റ്റാഫുകളായാലും. പക്ഷേ ഈ പറയുന്ന ഡോക്ടേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന നമുക്കറിയാം ഡോക്ടർമാരുടെ പണിമുടക്ക് മൂലം എന്തുമാത്രം ആൾക്കാർ ബുദ്ധിമുട്ടും. അപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മുടെ സേവനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ, ചികിത്സ നടപ്പിലാക്കി തരണമെങ്കിൽ അവർ തന്നെ അത്യന്താപേക്ഷിതമായിട്ടിരിക്കണം. നമ്മൾ പല ഹോസ്പിറ്റലുകളിലും പോകുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, OP കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ പോലും സമയമില്ലാതെ അവരിരുന്ന് നോക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. ആത്മാർത്ഥത കൂടുതലായിട്ടുള്ള ആൾക്കാർ അത്തരത്തിൽ തന്നെയാണ് പെരുമാറുന്നതെന്ന് പറയുന്നത്. അവർ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് തന്നെയാണ് നോക്കുന്നത്. നമുക്കറിയാം ഈ പറയുന്ന കൊറോണ കാലങ്ങളായാലും എങ്ങനെയാണ് ഡോക്ടേഴ്സ് പ്രതികരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കൂടെ നിന്നതെന്ന്. അപ്പം അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു അത്യാപത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ സംശയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാതാപിതാക്കളെ അതിനകത്തേക്ക് വിടാതിരിക്കുന്ന, തടഞ്ഞു വെക്കുക പെൺകുട്ടിയെ കാണാനായിട്ട്. പിന്നീട് ഒരച്ഛൻ പോയി കാണുന്ന സമയത്ത് മകളുടെ ആ ഒരു ശവശരീരം അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി കാണുന്ന സമയത്ത് ആ അച്ഛൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഒരു തരത്തിലും ഒരു അച്ഛൻ മകളെ കാണാൻ ആഗ്രഹിക്കാത്ത അത്രയും വൃത്തികെട്ട ഒരു രംഗത്തിലൂടെയാണ് ആ അച്ഛൻ പോയി കണ്ടതെന്ന് പറയുന്നത്. വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു ആ പെൺകുട്ടിയുടെ ശരീരം ആകെ മുറിവുകളായിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന ആ ഹോസ്പിറ്റലിൽ എങ്ങനെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് വോളണ്ടിയർ ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രതി അതിൽ കടന്നുകൂടി എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ലജ്ജാവഹമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ ഇവൻ്റെ പേരിലുണ്ട്, അല്ലെങ്കിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഇവൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു പോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള, വീഡിയോസ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 4 മറ്റോ അതിൽ കൂടുതലോ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്രിമിനൽ മൈൻഡും ക്രിമിനൽ പശ്ചാത്തലം മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരുവനെ ഇത്തരത്തിലൊരു വോളണ്ടിയറായിട്ട് എങ്ങനെ ഈ പോലീസ് സേനയിൽ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാതാപിതാക്കൾ പോസ്റ്റ്മോർട്ടം വന്നതിന് ശേഷം കൃത്യമായിട്ട് ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ സത്യം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അവിടുത്തെ ഈ പറഞ്ഞ പ്രിൻസിപ്പളിനെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വരുന്നത്. അദ്ദേഹം മറ്റൊരിടത്തേക്ക് ഇപ്പം കോളേജിലേക്ക് മാറിയിട്ടുണ്ട്. അവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ കാരണം അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് ഈ പറയുന്ന വേറൊരു പെൺകുട്ടിക്ക് ഇനി ഉണ്ടാവാതിരിക്കണം. അദ്ദേഹം ആസകല മുറികൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ വിടുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ആ ഡോക്ടേഴ്സ് എന്നല്ല, അത് ഏതൊരു സ്ഥാപനത്തിലായാലും ഏതൊരു ജോലിയിലായാലും ഏത് വിഭാഗത്തിലായാലും സ്ത്രീകൾക്ക് കൃത്യമായിട്ട് തൊഴിലിടങ്ങളിൽ പോലും സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ നമ്മുടെ നിയമം എത്രമാത്രം അതിനെയൊക്കെ പിന്താങ്ങുന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ. പലവട്ടമായിട്ട് അമെൻമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട തുല്യവേതനമായാലും നീതിയായാലും സമത്വമായാലും ഇതിനെക്കുറിച്ച് ഘോരം ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്തുമാത്രം നടക്കുന്നു? ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ഇതിനെതിരെ കൃത്യമായിട്ട് കേസെടുത്ത് അവനെ ഒരിക്കലും പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്ത രീതിക്ക് അടയ്ക്കേണ്ടത് തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഉയരുന്ന ക്വസ്റ്റ്യൻ, ഇവൻ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യമാണ്. കാരണം ഇത് മണിക്കൂറുകളോളം നീണ്ടു നിന്നൊരു കാര്യമാണ്. 3 to 6 മണി അതിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വന്ന കാര്യം എന്ന് പറയുന്നത്, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ശുക്ലത്തിൻ്റെ അളവെന്ന് പറയുന്നത് അളവിൽ കൂടുതലാണ്. അതായത് ഒരു ആളുമായിട്ട് അല്ലെങ്കിൽ മൽപ്പിടുത്തം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി പീഡിപ്പിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്നതിനേക്കാളും അമിതമായിട്ടുള്ളതാണ് അതിൻ്റെ അളവ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സ് അടക്കം പല ആൾക്കാരും മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് ഒരാളല്ല ചെയ്തിട്ടുള്ളത്, ഇതിൽ ഒന്നിലധികം ആൾക്കാരുടെ കൈകടത്തലുകളുണ്ട് അല്ലെങ്കിൽ ഇടപെടലുകളുണ്ടെന്ന്. അപ്പം ഇതിൻ്റെയൊക്കെ പേരിലായിരിക്കും
ആയിരിക്കണമല്ലോ ഇത് മറച്ചു വെക്കാൻ ഹോസ്പിറ്റൽ കൂടി കൂട്ടുനിന്നേന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള CBI അന്വേഷണത്തിൽ മുതിർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് നീതി നടപ്പിലാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ ഓരോ ആൾക്കാരും ഇങ്ങനെ നമ്മുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കണം. കാരണം ഇത് നമ്മളിൽ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും മറ്റൊരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള, അതും ആ പെൺകുട്ടി സഹിച്ചതെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് കണ്ണിൽ നിന്നും മറ്റ് സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും ബ്ലീഡിങ് അമിതമായിട്ടുണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം തലയോട്ടിയിൽ അല്ലെങ്കിൽ പിറകിൽ ഭാഗത്ത് തലയിലൊക്കെ അമിതമായിട്ടുള്ള ക്ഷതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ശരീരമാസകലം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കാല് വളച്ചൊടിച്ച്, അങ്ങനെ കുറേ കഴുത്തിൻ്റെ ഭാഗത്ത്, ഇങ്ങനെയൊക്കെ ഇത്രയും മാരകമായിട്ടുള്ള ഒരു അതിക്രമം. കാരണം അത്രയും അവൾ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളല്ല ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഒരു ഹോസ്പിറ്റലിൽ ഈ പറയുന്ന കണക്ക് CCTV ക്യാമറയുടെ ഫെസിലിറ്റീസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. അത് അവിടെ വേണ്ടുള്ള കാര്യമാണ്. എന്നിട്ട് പോലും ആ സെമിനാർ ഹാളിൽ പ്രത്യേകിച്ച് അവിടെ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനൊരു തെളിവ് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് ഒരു കാര്യങ്ങളും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ കൃത്യമായിട്ടുള്ള കൈകടത്തലുകൾ അതിലുണ്ടെന്ന് തന്നെയാണ് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ശക്തമായിട്ട് പ്രതികരിക്കുക, ഓരോ ആൾക്കാരും പ്രതികരിക്കുക. അങ്ങനെ പ്രതികരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. കാരണം ഇത് കൊൽക്കത്തയിലല്ലേ നടന്നത്, നമ്മുടെ ആർക്കും അല്ലല്ലോ നടന്നത്, ഏതോ ഒരു സംസ്ഥാനത്തല്ലയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊൽക്കത്തയിലും ഈ പറയുന്ന ബീഹാറിലും അസമിലും ജമ്മുവിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് കേരളത്തിലും അരങ്ങേറുന്നുണ്ട്. കാരണം ഇതൊക്കെ ഈ പറയുന്ന മനുഷ്യരുടെ വൃത്തികെട്ട മനസ്സിൻ്റെ ചിന്താഗതിയും ഈ പറയുന്ന ഫോണിൻ്റെയൊക്കെ ദുരുപയോഗം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് പിടിച്ചു നിൽക്കുന്നതിൽ അപ്പുറത്തേക്ക് അത്രയും പലതരത്തിലുള്ള കോംപ്ലിക്കേഷനുകളുടെ നടന്നു പോവുകയാണ്. കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള മാരകമായിട്ടുള്ള ചിന്ത, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യർ ഒരുപാട് മുതിരുന്നതെന്ന് പറയുന്നത്. അത് ഈ പറയുന്ന വലിയ ആൾക്കാരെ മാത്രമല്ല, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞു കുട്ടികളിലടക്കം ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായാലും അവർ ചെയ്യുന്ന കാര്യങ്ങളായാലും. ഇപ്പോൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് കൊലപാതക കുറ്റത്തിന്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ, സ്വന്തം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ കൊല്ലുന്നത്. അപ്പം എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പശ്ചിമ ബംഗാളിൽ നടന്നതല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയും ഇതുപോലുള്ള കാര്യങ്ങൾ, ആലുവയിൽ നടന്ന കുഞ്ഞിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പം ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. മറ്റൊന്നെന്ന് പറയുന്നത് തൊഴിലിടങ്ങളിൽ, അതൊരു ഡോക്ടറാണ്, ഡോക്ടർമാർക്ക് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നൽകേണ്ട സുരക്ഷിതത്വം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ കർശനമായിട്ട് നടപ്പിലാക്കേണ്ട കാര്യമാണ്. അതിന് വേണ്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നടപ്പിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടേഴ്സ് വിഭാഗത്തിൽപ്പെട്ട, നഴ്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഈ പറയുന്ന അവർക്ക് നൈറ്റ് ഡ്യൂട്ടികളുണ്ട്, അത് ചെയ്യാൻ. കാരണം ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സുരക്ഷിതത്വം, ഞങ്ങളുടെ മാനം, ജീവിതം, ഇതൊക്കെ അവർ ചോദ്യചിഹ്നമായിട്ട് മുന്നോട്ട് ഉയർത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ജോലിയിൽ നിന്ന് മാറി നിന്നേ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന നാടിൻ്റെ അവസ്ഥ തന്നെയാണ് ദുരിതത്തിലാവുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, അവരുടെ ജീവനുള്ള സേഫ്റ്റി, ഇതൊക്കെ നടപ്പിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള നിയമങ്ങൾ കർക്കശമാക്കേണ്ടത് സർക്കാരിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിനു മുന്നേ നടന്ന വന്ദന കേസ് നമ്മൾ മറക്കാൻ പറ്റുന്നതല്ല. ആ പെൺകുട്ടിയെയും ഇതേ അളവിൽ ഈ പറയുന്ന പീഡനം നടന്നില്ലെങ്കിൽ പോലും കുത്തി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഈ പറയുന്ന പ്രകോപനവും ഇല്ലാതെ ഒരുത്തനും ചെയ്ത ഈ കാര്യമാണ്, കുടിച്ചിട്ടോ മറ്റു ചെയ്ത. കാരണം മയക്കുമരുന്നുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരി ഉപയോഗങ്ങൾ, ഇത്തരത്തിലുള്ള ലഹരി തന്നെയാണ്. പോൺ വീഡിയോസിന് അഡിക്റ്റഡ് ആവുന്നത് ഒരു തരത്തിലുള്ള ലഹരി തന്നെയാണ്. എന്തും ചെയ്യാം, ആരെ നോക്കിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ള ഒരു വികാരം മാത്രം ഉണ്ടാവുന്നു. കുഞ്ഞുകുട്ടി തൊട്ട് വയസ്സായ അമ്മൂമ്മമാരിൽ പോലും അത് മാത്രം കാണാൻ ശേഷി അത്തരത്തിലായി മാറുന്നു. ഒരു വികാരം അവർക്ക് കാണില്ല. അവർക്ക് അതിൻ്റെ തെളിവാണല്ലോ ഇവൻ ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം ഒരു പേടിയും ഇല്ലാതെ, ഒരു പശ്ചാത്താപ ബോധവും ഇല്ലാതെ പോയി കിടന്ന് സുഖമായി അവന് ഉറങ്ങിയതിന് ശേഷം അവൻ ഈ രക്തക്കറയെല്ലാം കഴുകിക്കളയുന്നു. പക്ഷേ ഷൂസിൽ നിന്ന് പിടിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, എന്നെ വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ, എനിക്കൊരു ചുക്കുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോണവനെയാണ് നമുക്ക് കാണുന്നതെന്ന് പറയുന്നത്.